കേസൊന്നുമില്ല, ചെറിയ ഒന്ന് രണ്ട് കാര്യം പറയാൻ വന്നതാണ്. യു ജി സിക്ക് മെയിൽ അയച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുത്തു, അത് ക്യാൻസലാക്കിയിട്ട് റീഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാനുള്ള ഒരു മെയിൽ ഐ ഡി ഞാൻ തരാം. ഈ മെയിൽ ഐ ഡി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്. അവർക്ക് ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ട് അവർ ഇതിലേക്ക് മെയിൽ അയച്ചിട്ട് പൈസ റീഫണ്ട് കിട്ടീനി. അതുകൊണ്ടാണ് ഞാൻ ഈ മെയിൽ ഐ ഡി പറയുന്നത്. അതുപോലെ ഞാനും മെയിൽ അയച്ചിട്ട് എനിക്ക് റെസ്പോൺസ് ഉണ്ടായിനി, പക്ഷേ നടപടിയൊന്നും ആയിട്ട് ഇതുവരെ. ഞാനിട്ട് ഒന്നും കൂടി മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് വന്ന് മെയിൽ ചെയ്തപ്പം അറ്റാച്ച് എവിടെയാണെങ്കിൽ വെക്കാം. അങ്ങനെയാണ് കാര്യം. പിന്നെ ഇനി എനിക്കൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, യു ജി സിയുടെ നിയമപ്രകാരം ഇനിയിപ്പോൾ പുതിയ ആൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമല്ല, അഡ്മിഷൻ എടുക്കാൻ പോകുമ്പം നിങ്ങളോട് നിങ്ങളുടെ കോളേജ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ വിചാരിക്കും എല്ലായിടത്തും ഇല്ലല്ലേ, നോർമലല്ലേ വെച്ചിട്ട് വിടും. അങ്ങനെ വിട്ടൂടെ ഇനി മുതൽ? അതാണ് പ്രശ്നമാവില്ല. നിങ്ങൾ എന്ന് വേണ്ടത് വെച്ചാൽ യു ജി സിയുടെ നിയമമുണ്ട്, നിങ്ങളെ മുമ്പിൽ നിന്ന് വെരിഫൈ ചെയ്തിട്ട് അപ്പം തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കണം. ബാക്കി അറ്റസ്റ്റ് ചെയ്ത കോപ്പിയല്ലേ കോളേജിൽ വെക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ അത് അങ്ങോട്ട് പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല ഇവരെ പരിപാടി. അല്ലെങ്കിൽ ഈ കാലങ്ങളായിട്ട് ഇത് നടന്നു കൊടുക്കും. നമ്മ ഇത് എവേറാണെന്ന് അറിയുമ്പം അവർ ഈ പരിപാടി മതിയായിക്കോളും. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, പിന്നെ അഡ്മിഷൻ്റെ കാര്യം പറയുമ്പം ബന്ധുവാണ്, അയൽവാസിയാണ്, അറിയുന്ന ചങ്ങായിയാണെന്നാലും പറഞ്ഞിട്ട് ഓരോരുത്തരെല്ലാം പറയും വന്നിട്ട് ഈ കോളേജ് നല്ലതാണ്, അഡ്മിഷൻ എടുത്തോന്നല്ലോ. അങ്ങനെയൊന്നും പോയി എടുക്കാൻ നിൽക്കണ്ട, സെൻറ്റിമെൻറ്റ്സിൽ വീണുകൂടാ. ഈ പറയുന്നതെല്ലാം ചിലപ്പം കോളേജിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ടാകും എനിക്കറിയുന്ന വീട്ടുകാരെ കൊണ്ടങ്ങ് അഡ്മിഷൻ ആക്കി കൊടുക്കാം, നമുക്ക് ചെറിയ പൈസക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ആക്കാമെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവർക്കൊന്നും ധാരണയൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും കോളേജിലെല്ലാം കൊടുക്കും നിങ്ങളാണ്. പിന്നെ പേര് കേട്ട കോളേജാണെന്ന് പറഞ്ഞിട്ട് പോയി തലവെക്കാൻ നിൽക്കണ്ട. ഈ പേര് കേട്ടത് പറഞ്ഞിങ്ങനെ കുറേ ആൾ പഠിക്കുന്നുണ്ട്, കേട്ട് പഠിച്ചുകൊണ്ട് അങ്ങനെ ഇല്ല. അല്ലാണ്ട് ഇവർ വലിയ മറ്റേ കിട്ടിലും കോളേജും നല്ലോണം പഠിപ്പിക്കുന്ന ഒന്നും ആയിരിക്കില്ല. അതിലിങ്ങനെയാണ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്കിപ്പം എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ChatGPT ടൈപ്പ് ചെയ്യുക. ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു, ഞാൻ ക്യാൻസലാക്കി, റീഫണ്ട് കിട്ടുന്നില്ലാന്ന് ChatGPT അടിച്ചു കൊടുത്താൽ അതിൽ വരും എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടതെന്ന്. അത് നോക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇത് വലിയ സീനൊന്നുമില്ല, കിട്ടുമായിരിക്കും, കിട്ടേണ്ടതാണ് വിഷയം. ഓക്കെ, നിയമമെല്ലാം അങ്ങനെയാണ്. പിന്നെ ഒന്നും കൂടി, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പത്രത്തിലൊരു കട്ടിങ് കിട്ടീനി, അതും കൂടി ഞാനിത് വെക്കാട്ടാ. ഇങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചത് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ടാം, എല്ലാവരും അറിയട്ടെ. ഇങ്ങനെ നിയമം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മ ഇത് അറിയാണ്ട് പോയിക്കൂടല്ല, നമ്മൾ അങ്ങനെ വഞ്ചിക്കപ്പെട്ടുകൂടാ. ഓക്കെ, ശരി.